you do to me, play my. ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എന്താ പറയുക സെലിബ്രിറ്റി എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഈസി ആൻഡ് അതുപോലെ ഒരുപാട് ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടി മാത്രം മതി. ഒരു സവോള, അതുപോലെ ഒരു ഹാഫ് പോർഷൻ ഓഫ് കുക്കുംബർ, ഒരു തക്കാളി, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം. അത് ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി പഴയതായ ഒരു ക്യാപ്സിക്കായിരുന്നു, എന്നാലും ഞാൻ ഇട്ടു. പിന്നെ ഇതിലേക്ക് 3 എഗ്ഗും കുറച്ച് എന്താ പറയുക ചീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ചീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി ആൻഡ് സോൾട്ടും, പിന്നെ പാല്, പച്ചമുളക് ഒരു 2 എണ്ണം, 2 ഗാർലിക്, ഇത്രയും മാത്രമാണ് ആവശ്യമുള്ളത്. പക്ഷേ എന്താ പറയുക ഭയങ്കര നമ്മൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ടേസ്റ്റാണ്, ഒരു പിസ്സയുടെ ടേസ്റ്റൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഓഫ് ഒനിയൻ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. നെക്സ്റ്റ് വന്നിട്ട് എന്താ പറയുക തക്കാളിയാണ്. ഒരു തക്കാളി, ഒരു മീഡിയം ചെറിയൊരു പുളിയുള്ള തക്കാളി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിന് നന്നാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ കേട്ടോ വേണ്ടത്. ഇത് കുട്ടികൾക്കായാലും അതുപോലെ നമുക്കായാലും ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈവൻ മറ്റൊന്നും കഴിക്കാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ കിച്ചണിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് മാത്രമേ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരത്തെ മാറ്റി വെച്ച സവോള കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ വെജിറ്റബിൾസ് നമ്മൾ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. No, I've been running, can't catch up. Oh, love, what I won't do. Oh, you got me chasing waterfall. Oh, you got me chasing waterfall. Oh, you've got me chasing waterfalls. Oh, you've got me chasing waterfalls. Oh, you got me chasing waterfalls. Oh, you got me chasing waterfalls. ഇനി നമ്മൾ എഗ്ഗ് പൊട്ടിക്കലാണ്. അപ്പോൾ എഗ്ഗ് ഒരു ബൗളിലോട്ട് ഒരു 3 എഗ്ഗാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും വെജിറ്റബിൾസിലേക്ക് ഒരു 3 എഗ്ഗെങ്കിലും വേണം. കൂടുതൽ വേണമെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പാനിൽ ഉണ്ടാക്കാവുന്നതാണ്. കാരണം വല്ലാണ്ട് വലിയ പാനിലിട്ട് തിരിച്ചിടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എഗ്ഗ് 3 ഇട്ടിട്ട് നന്നായിട്ട് എഗ്ഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കൂടുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് കേട്ടോ. എപ്പോൾ എഗ്ഗ് നമ്മളിപ്പോൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴായാലും ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനെ എവിടെ ഉപ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ആവാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഗ്ഗ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യും. അതിന് ശേഷം മാത്രമാണ് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് പാല് കൂടെ, ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. I wouldn't do that to you, you know. I wouldn't treat you that way, no. I've been running, can't catch. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫ്രൈ പാനാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ക്ലിപ്പ് കട്ടായി പോയിട്ടോ. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ കട്ട് ചെയ്ത വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയാ സോസ് ആൻഡ് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇതൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ടോ.
ഉപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ വെജിറ്റബിൾസിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉപ്പ് ഇടണമെന്നില്ല. ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്നൊക്കെ യോജിപ്പിച്ച് സെൻറ്ററിലോട്ടാക്കി കൊടുക്കുക കേട്ടോ. അതായത് സൈഡിൽ നമ്മൾ മുട്ടയുടെ ഒരു ഫ്രെയിം ആവരണം ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി വടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് പാലും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഗ്ഗ് ഉണ്ടല്ലോ, അതിൽ പെപ്പർ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിന് ശേഷം ഇത് മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാനൊന്നുമില്ല, ഇളക്കാനൊന്നും പാടില്ല. ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതായത് മുട്ടയിലോട്ട് ഈ വെജിറ്റബിൾസ് ഇങ്ങനെ ചേർന്നിരിക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് ഈവൻ ലെവലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം അതിലേക്ക് ഒരു ചെറുതായിട്ട് ഒരു ഗാർണിഷിങ് അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടി ക്രഷ്ഡ് ചില്ലി നമ്മൾ വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തതാണ് കേട്ടോ. ആ ചില്ലി നമുക്ക് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് മാത്രം. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ചെറിയൊരു സ്പൈസ് ലെവലാണ് ഇതിലുണ്ടാവുള്ളൂ. അതിന് ശേഷം നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഒരു 5 to 7 മിനിറ്റ്സിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിന് മുന്നേ ലിഡ് ക്ലോസ് ചെയ്യണതിന് മുന്നേ നമുക്ക് ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇത് സൈഡിൽ നിന്ന് കണ്ടാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടും. ഇനിയിപ്പം ഫ്രൈ പാൻ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഓവണിൽ വേണമെങ്കിൽ ഓവണിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് ഇത് ഫുള്ളൊന്നും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം വെജിറ്റബിൾസ് കുറേ ഉണ്ട്. ഹാഫ് പോർഷൻ കഴിച്ചത് തന്നെ നന്നായിട്ട് ഫില്ല്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ. Chasing waterfalls.